വെൽക്കം ഓൾ എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അസിൻക്രണസ് മോഡ് 10 കൗണ്ടർ ഓർ ഡെക്കേഡ് കൗണ്ടർ എന്നുള്ള എക്സ്പെരിമെൻ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 7476ൻ്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ IC യൂസ് ചെയ്തിട്ടുണ്ട്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ IC യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അസിൻക്രണസ് മോഡ് 10 കൗണ്ടർ ചെയ്യുകയെന്ന് നോക്കാം. അപ്പോൾ അതിനൊക്കെയായിട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതിയിട്ടുണ്ട്. Q3, Q2, Q1, Q0 ആണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൗണ്ടറിൻ്റെ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ 0 0 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, 0 0 1 അങ്ങനെ നമുക്ക് 9 വരെ കൗണ്ട് ചെയ്യണം. 1 0 0 1 അതായത് 9 വരെ കൗണ്ട് ചെയ്യണം. 0 മുതൽ 9 വരെയുള്ള 10 നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു കൗണ്ടറിനെ നമുക്ക് ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. 10 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്ന കൗണ്ടർ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. 0 0 0 മുതൽ 1 0 0 1 വരെയുള്ള 10 നമ്പേഴ്സാണ് ഈ ഒരു മോഡ് 10 കൗണ്ടർ വെച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് 7476 IC യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് നമുക്ക് അപ് ടു 15 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും, 1 1 1 വരെ. പക്ഷേ നമുക്ക് ഈ ഒരു അസിൻക്രണസ് മോഡ് 10 കൗണ്ടർ ആവുന്ന സമയത്ത് നമുക്ക് 1 0 0 1 വരെ കൗണ്ട് ചെയ്യാനായി പാടുള്ളൂ. 1 0 1 0 അതായത് 10 എന്നുള്ള ഒരു നമ്പർ, 10 എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് വരാനായിട്ട് പാടില്ല. നമുക്ക് 1 0 0 1 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനേക്കായിട്ട് നമുക്ക് 1 0 1 0 എന്നുള്ള ഔട്ട്പുട്ടിനെ റെസിസ്റ്റ് ചെയ്ത് നമുക്ക് 0 0 എന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം 1 0 1 0 എന്ന് പറഞ്ഞാൽ 10 ആണ്. ആ 1 0 1 0 വരുന്ന സമയത്താണ് Q3യും Q1ൻ്റെയും ആ ഒരു കണ്ടീഷൻ ലോജിക്കലി 1 വരുന്നത്. Q3യും Q1ഉം 1 വരുന്നത് ആ ഒരു 10 എന്നുള്ള നമ്പർ വരുന്ന സമയത്ത് മാത്രമാണ്. ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്കറിയാം അതിന് തൊട്ട് മുന്നിലുള്ള ഒരു കേസിലും Q3യും Q1ഉം അറ്റ് എ ടൈം 1 വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 1 0 1 0 10 വരാൻ പാടില്ല. അതായത് Q3ൻ്റെയും Q1ൻ്റെയും ഔട്ട്പുട്ട് എപ്പോഴാണോ ഹൈ ആവുന്നത് ആ സമയത്ത്, അതായത് ആ 10 എന്നുള്ള കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടി Q3യും Q1ഉം 1 വരുന്ന സമയത്ത് അതിനെ നമ്മളൊരു നാൻഡ് ഗേറ്റിലേക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട് എന്താകും, 0 ആവും. നമുക്കറിയാം നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് 0 ആവുന്നത്, Q3ൻ്റെയും Q1ൻ്റെയും ഔട്ട്പുട്ട് ലോജിക്കലി 1 ആവുന്ന സമയത്ത് നമ്മൾ നാൻഡ് ഗേറ്റിൽ ആ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട് എന്തായിരിക്കും, 1 1 വരുന്ന കണ്ടീഷൻ വരുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഈ 0നെ നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലിയർ പിന്നുകൾ ഷോർട്ട് ചെയ്ത പോയിന്റിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 7476ൻ്റെ ഒരു ക്ലിയർ പിന്നെന്ന് പറഞ്ഞാൽ ലോജിക്കൽ 0 ആകുന്ന സമയത്താണ് ആ പിൻ ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്കുണ്ടായിരുന്ന ഔട്ട്പുട്ട് റീസെറ്റ് ചെയ്ത് 0 എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. എല്ലാ ഔട്ട്പുട്ടും ക്ലിയറായി 0 എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ എപ്പോഴാണോ 0 വരുന്നത്, നാൻഡ് ഗേറ്റിൻ്റെ ഔട്ടിൽ എപ്പോഴാണോ 0 വരുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിൻ്റെ ക്ലിയർ കണ്ടീഷനിലേക്ക് പോവുകയും എല്ലാ ഔട്ട്പുട്ടും 0 0 0 എന്നുള്ള കണ്ടീഷനിലേക്ക് സെറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് 7476 IC യൂസ് ചെയ്തിട്ടുണ്ട്. ഹാഫ് 7476 എന്ന് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും എഴുതിയിട്ടുണ്ട്. 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേർന്നിട്ടാണ് നമുക്കറിയാം ഒരു ICയിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും ഉണ്ടാവുക. സോ അതാണ് നമ്മൾ ഹാഫ് 7476 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും കെയും എന്നുള്ള ഇൻപുട്ട് പിന്നുകൾ ഷോർട്ട് ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. സോ ജെയും കെയും ഷോർട്ട് ചെയ്യുന്നു, അത് തൊട്ട് മുന്നിലുള്ള ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിനെ എല്ലാത്തിനെയും തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് അതൊരു +5 വോൾട്ടിലേക്ക് ഒരു ലോജിക്കൽ ഹൈ കണ്ടീഷനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റേണലി ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് എക്സ്റ്റേണലി ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അസിൻക്രണസ് കൗണ്ടർ എന്ന് പറയാം. ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ക്ലോക്ക് എവിടെ നിന്നാണ് പോകുന്നത്? നമ്മൾ അസിൻക്രണസ് എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ മാത്രം എക്സ്റ്റേണലി ഒരു ക്ലോക്ക് പൾസ് കൊടുത്ത് ട്രിഗർ ചെയ്യിക്കുന്നു. ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓണായി എപ്പോഴാണോ അതിന് ഔട്ട്പുട്ട് വരുന്നത്, ആ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ നമ്മൾ തൊട്ട് പിന്നിൽ വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുക്കുന്നു. അങ്ങനെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് എടുത്ത് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ക്ലോക്കായിട്ട് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഒരു അസിൻക്രണസ് കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലോക്ക് പൾസ് ഓരോന്നിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീസെറ്റ് എന്ന് പറഞ്ഞൊരു Q0, Q3, Q2, Q1 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട്, Q2, Q3 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ക്ലിയർ പ്രീസെറ്റ് പിന്നുകൾ കാണാനായിട്ട് പറ്റും. ഇനി Q1, Q3 ഔട്ട്പുട്ടുകൾ എടുക്കുന്നുണ്ട്. ആ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നാൻഡ് ഗേറ്റ് കൊടുക്കുന്നുണ്ട്. അത് ക്ലിയർ പിന്നിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ നേരത്തുള്ള എക്സ്പെരിമെൻസിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ജെൻ്റെയും കെൻ്റെയും ക്യൂവിൻ്റെയും ക്യൂ ബാറിൻ്റെയൊക്കെ എന്താണ് ഐ സി നമ്പർ എത്രയാണ്, പിൻ നമ്പർ എത്രയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പല വീഡിയോസിലും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പിൻ നമ്പർ മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നോക്കുവാണെങ്കിൽ ജെ എന്നുള്ള ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെ എന്നുള്ള പിന്ന് 4th പിന്നിലും കെ 16th പിന്നിലുമാണ് പോയിരിക്കുന്നത്. അതുപോലെ ക്ലോക്ക് ഫസ്റ്റ് പിന്നിലുമാണ് പോയിരിക്കുന്നത്. സോ ജെ എന്നുള്ള പൊസിഷനിൽ ജെയുടെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 4 എന്ന് പിന്നെ മാർക്ക് ചെയ്യുക. 4 എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കെ എന്ന് പറഞ്ഞാൽ 16th പിന്നാണ്. അതുപോലെ ക്ലോക്ക് ഫസ്റ്റ് പിന്നെന്ന് നമുക്ക് ആ പിൻ ഔട്ട് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് അതിനകത്ത് പ്രീസെറ്റ് ക്ലിയർ പിന്നുകൾ വേണം. അതുപോലെ ക്യൂ ഔട്ട്പുട്ട് എത്രയിലാണ്? 15th പിന്നിലാണ്. ക്ലിയർ എന്ന് പറഞ്ഞാൽ 3rd പിന്നും പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ 2nd പിന്നുമാണ് നമുക്ക് ആ ഫിഗറിൽ നിന്ന് കിട്ടുന്നത്, ആ പിൻ ഔട്ട് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ നമുക്ക് പ്രീസെറ്റിൻ്റെ പൊസിഷനിൽ 2 എന്നും ക്ലിയറിൻ്റെ പൊസിഷനിൽ 3 എന്നും ഔട്ട്പുട്ട് Q0 15 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഫസ്റ്റ് ഐ സിയുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തു. ഇനി ഫസ്റ്റ് ഐ സി തന്നെയുള്ള സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്പർ നോക്കുക. അതാണ് നമുക്ക് അതിൻ്റെ ജെയും കെയും മാർക്ക് ചെയ്യുക. ജെ എന്ന് പറഞ്ഞാൽ 9th പിന്നും കെ എന്ന് പറഞ്ഞാൽ 12th പിന്നുമാണ്. ക്ലോക്ക് 6th പിന്നാണ്. സോ അത് നോക്കിയിട്ട് ഫസ്റ്റ് ഐ സിയിലുള്ള സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ ജെയ്ക്കും കെയ്ക്കും 9ഉം 12ഉം മാർക്ക് ചെയ്തു. ക്ലോക്കിന് 6 മാർക്ക് ചെയ്തു. ഇനി നമുക്കതിൻ്റെ പ്രീസെറ്റ് ക്ലിയർ ക്യൂ ഔട്ട്പുട്ട് പിന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമ്മളിതിനകത്ത് Q1 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ക്യൂ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? 12th പിന്നിലാണ്. 12th അല്ല, ക്യൂ ഔട്ട്പുട്ട് പോയിരിക്കുന്നത് 11th പിന്നിലാണ് പോയിരിക്കുന്നത്. സോ നമ്മൾ അത് മാർക്ക് ചെയ്യണം. പ്രീസെറ്റ് 7ഉം ക്ലിയർ 8th പിന്നുമാണ്. ഓക്കെ, ക്യൂ ഔട്ട്പുട്ട് നമുക്ക് 11th പിന്നാണ് പോയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഐ സിക്കകത്തുള്ള 2 ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്പേഴ്സ് മാർക്ക് ചെയ്താൽ സെയിം തന്നെയായിരിക്കും നമ്മൾ വെച്ചേക്കുന്ന രണ്ടാമത്തെ ഐ സിയുടെയും ജെ കെ പിന്നുകൾക്കും കൊടുക്കേണ്ടത്. സോ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്ത സെയിം നമ്പർ 3rd വരുന്ന ഐ സിക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. കാരണം സെക്കൻഡ് ഐ സി നമ്മൾ രണ്ടാമതൊരു ഐ സി എടുത്താലും അതിൻ്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ നമ്പർ ആദ്യം കൊടുത്തതുപോലെ തന്നെയായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെതും അതുപോലെ നമുക്ക് തൊട്ട് മുന്നിൽ കൊടുത്തിരുന്ന ഐ സിയുടെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ള നമ്പർ കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഐ സി നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ പിന്ന് 3838 ആണ് മാർക്ക് ചെയ്യേണ്ടത്. പ്രീസെറ്റ് വരുമ്പോൾ 2727 എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത്രയായപ്പോൾ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ള ഐ സി നമ്പേഴ്സ് കഴിഞ്ഞു. പിന്നെന്താണ്, നമുക്ക് VCC ഗ്രൗണ്ട് കണക്ഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. 7476ൻ്റെ VCC എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പിന്നാണ്? 5th പിന്നാണ് അതിൻ്റെ VCC. ഗ്രൗണ്ട് 13th പിന്നുമാണ്. അപ്പോൾ അത് നമ്മൾ മറക്കരുത്. 7476ൻ്റെ VCC എന്ന് പറയുന്നത് 7476ൻ്റെ VCC എന്ന് പറഞ്ഞാൽ 13th പിന്നും 13 അതിൻ്റെ ഒരു ഗ്രൗണ്ട് കണക്ഷൻ വരുന്നതെന്ന് പറയുന്നത്. VCC എന്ന് പറഞ്ഞാൽ 5ാമത്തെ പിന്നുമായിരിക്കും. VCC 5ഉം ഗ്രൗണ്ട് 13ാമത്തെ പിന്നുമാണ്. അതുപോലെ
നമുക്ക് 7400 ഒരു ഐ സി നമ്മൾ അതിനിടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഐ സിയുടെ VCC ഗ്രൗണ്ട് കൊടുക്കാൻ മറക്കരുത്. അതിൻ്റെ പിൻ നമ്പർ നമുക്ക് 1 2 ഇൻപുട്ടായിട്ട് എടുത്താലും 3 ഔട്ടായിട്ട് എടുക്കാം. ഓക്കെ, പക്ഷേ ആ ഐ സിക്കും എന്തുണ്ട്, VCC ഗ്രൗണ്ട് കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. സോ 7400യുടെ VCC എന്ന് പറഞ്ഞാൽ 14th പിന്നാണെന്ന് നമുക്കറിയാം. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 7th പിന്നുമാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ ടോട്ടൽ 3 ഐ സി യൂസ് ചെയ്യുന്നുണ്ട്. ആ 3 ഐ സിക്കും വേണ്ടിയിട്ട് നമുക്ക് VCC ഗ്രൗണ്ട് കണക്ഷൻസ് കൊടുക്കാം. റെഡ് ബോർഡിൽ നമ്മൾ 3 ഐ സി പ്ലേസ് ചെയ്തിട്ടുണ്ട്. 7476ൻ്റെ 2 ഐ സിയും അതുപോലെ 7400യും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇരിക്കുന്ന 2 ഐ സി 7476 ആണ്. ഇനി 7476 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേണ്ടിയിട്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേണ്ടിയിട്ട് 2 ഐ സിയും 7400യും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ VCC ഗ്രൗണ്ട് കണക്ഷൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് വിട്ടുപോകാതെ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഐ സിയുടെ 5th പിന്നാണ് VCC എന്ന് പറയുന്നത്, അതായത് 7476ൻ്റെ അടുത്തതും 7476 ആണ് ഇരിക്കുന്നത്, അതിനും VCC 5th പിന്നാണ്. നമുക്കറിയാം 7400യുടെ 14th പിന്നാണ് VCC എന്ന് പറയുന്നത്. സോ അതിൻ്റെ 14th പിന്നിൽ നിന്ന് 7476ൻ്റെ 5th പിന്നിലേക്കൊരു കണക്ഷൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് VCC കണക്ഷൻ ഈ പോയിൻറ്റ്സിൽ, അതായത് ഏതെങ്കിലും 7476ൻ്റെ 5ലോ അല്ലെങ്കിൽ 7400യുടെ 14ലോ കൊടുത്താൽ മതിയാകും. ഇനി ഗ്രൗണ്ട് കണക്ഷൻ 7476ന് 13th പിന്നാണ് ഗ്രൗണ്ട്. സോ രണ്ട് 7476ൻ്റെയും 13th പിന്നുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുന്നു. അതുപോലെ 7400യുടെ 7th പിന്നാണ് ഗ്രൗണ്ട്. ആ കണക്ഷൻ 7476ൻ്റെ 13th പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ഗ്രൗണ്ട് കണക്ഷൻ ഈ പറഞ്ഞ 3 ഐ സിയുടെയും ഈ പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് പ്രീസെറ്റ് കണക്ഷൻ ചെയ്യാം. ക്ലിയർ കണക്ഷൻ ചെയ്യാം. ക്ലിയർ കണക്ഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐ സിയുടെ 3യും 8ഉം ഷോർട്ട് ചെയ്യുന്നു. 8ൽ നിന്ന് അടുത്ത ഐ സിയുടെ 3യിൽ അതിൻ്റെ 3യും 8ഉം കൂടി ഷോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഇരിക്കുന്ന 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫസ്റ്റ് ഐ സിയിലുള്ളതാണെന്ന് നമുക്കൊരു ഓർമ്മ വേണം. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഐ സിയുടെ 8ഉം അതിൻ്റെ തന്നെ 3യും കൂടി ഷോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഐ സിയുടെ 8ൽ നിന്ന് സെക്കൻഡിൻ്റെ 3യിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്. സോ ഫസ്റ്റിൻ്റെ 8ഉം സെക്കൻഡിൻ്റെ 3യും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ ചെയ്യുന്നു. ഇനി അടുത്ത എന്താണ്, സെക്കൻഡ് ഐ സിയുടെ 3യും 8ഉം കൂടി ഷോർട്ട് ചെയ്തേക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ സെക്കൻഡിൻ്റെ 3യും 8ഉം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ക്ലിയറിൻ്റെ പിൻസുകളെല്ലാം നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കണക്ഷനാണ് ചെയ്തേക്കുന്നത്. അപ്പം അതിപ്പോൾ ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ പ്രീസെറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാം. പ്രീസെറ്റിൻ്റെ കണക്ഷൻ എങ്ങനെയാണ്, ഫസ്റ്റ് ഐ സിയുടെ 2ഉം 7ഉം ഷോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് അടുത്തതിൻ്റെ 2ഉം 7ഉം ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ 2ഉം 7ഉം, ഫസ്റ്റ് 7476ൻ്റെ 2ഉം 7ഉം ഷോർട്ട് ചെയ്യുന്നു. ആ 7ൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, നെക്സ്റ്റ് ഐ സിയുടെ സെക്കൻഡ് പിന്നിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ 7th പിന്നും സെക്കൻഡ് ഐ സിയുടെ സെക്കൻഡ് പിന്നും കൂടി ഷോർട്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ഷൻ ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ലീഡ്സുകളിൽ ടച്ച് ചെയ്യാതെ നോക്കുക. ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ്, സെക്കൻഡ് ഐ സിയുടെ തന്നെ 2ഉം 7ഉം കൂടി ഷോർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ഐ സിയുടെ 7ഉം 2ഉം കൂടി ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും ആയപ്പോഴേക്കും പ്രീസെറ്റിൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷോർട്ട് ചെയ്ത കണക്ഷൻ കൊടുത്തു. ഇനി അത് എവിടെയാണ് ഇൻപുട്ടിൽ കൊടുക്കാമെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഇനി നമുക്ക് നോക്കി ഈ JK ഷോർട്ട് ചെയ്തേക്കുന്ന കണക്ഷൻ ചെയ്യാം. ഫസ്റ്റ് ഐ സിയുടെ ജെയും കെയും, സെക്കൻഡിൻ്റെ ജെയും കെയും, അതുപോലെ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ, അങ്ങനെ എല്ലാ ജെയും കെയും ഷോർട്ട് ചെയ്യുന്ന കണക്ഷന് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ 4th പിന്ന്, ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നും അതിൻ്റെ തന്നെ 16th പിന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നും ഫസ്റ്റിൻ്റെ 16th പിന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ സി കണക്ട് ചെയ്യുന്ന സമയത്ത്
ഓക്കെ, വയറ് നോക്കി കണക്ട് ചെയ്യുക. ഫസ്റ്റ് ഐ സിയുടെ 4ഉം ഫസ്റ്റിൻ്റെ തന്നെ 16th പിന്നും ഷോർട്ട് ചെയ്യുന്നു. അതുപോലെ നോക്കൂ, ഫസ്റ്റ് ഐ സിയുടെ 9th പിന്നും ഫസ്റ്റ് ഐ സിയുടെ തന്നെ 12th പിന്നും കൂടി ഷോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റിൻ്റെ 9th പിന്നും ഫസ്റ്റിൻ്റെ തന്നെ 12th പിന്നും കൂടി ഷോർട്ട് ചെയ്യുന്നു. JK ഇൻപുട്ടുകൾ. ഇനി നമുക്കൊരു കാര്യം അറിയാം, അടുത്തതിൻ്റെ നമുക്ക് അങ്ങനെ അങ്ങ് കണക്ട് ചെയ്ത് വെക്കാം. 4ഉം 16ഉം സെക്കൻഡ് ഐ സിയുടെ 4ഉം സെക്കൻഡ് ഐ സിയുടെ തന്നെ 16th പിന്നും കണക്ട് ചെയ്ത് വെക്കാം. ഇനി എന്താണ്, സെക്കൻഡ് ഐ സിയുടെ 9th പിന്നും 12th പിന്നും കൂടി ഷോർട്ട് ചെയ്യാം. സെക്കൻഡ് ഐ സിയുടെ തന്നെ 9th പിന്നും 12th പിന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയായപ്പോൾ JK ഇൻപുട്ടുകൾ, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ JK ഇൻപുട്ടുകൾ തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്തു. ഇനി നോക്കൂ, അത് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഫസ്റ്റിൻ്റെ Jയും Kയും ഷോർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്, ഫസ്റ്റ് ഐ സിയുടെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Jയും Kയും ഷോർട്ട് ചെയ്ത പോയിന്റിലേക്ക്. അതായത് ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഐ സിയുടെ തന്നെ 9th പിന്നിലേക്കുള്ള ഒരു കണക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ഇൻ്റർ കണക്റ്റ് ചെയ്തേക്കുന്ന ആ ഒരു കണക്ഷനും വിട്ടു പോവാതെ ചെയ്യുക. ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നും ഫസ്റ്റിൻ്റെ 9th പിന്നും കൂടി നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. ഇനി നോക്കിയാൽ ഫസ്റ്റ് ഐ സിയുടെ 9th പിന്നും ഫസ്റ്റ് ഐ സിയുടെ സെക്കൻഡ് ഐ സിയുടെ 4ഉം 16ഉം ഷോർട്ട് ചെയ്ത പോയിൻറ്റും കൂടി ഒരു കണക്ഷൻ വരുന്നുണ്ട്. സോ ഫസ്റ്റിൻ്റെ 9ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഐ സിയുടെ 4th പിന്നിലേക്ക് ഒരു കണക്ഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഐ സിയുടെ 9ഉം സെക്കൻഡ് ഐ സിയുടെ 4th പിന്നും. അപ്പോൾ 4th തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്താണ് 16th പിന്നിൽ കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് ഐ സിയുടെ 9ഉം സെക്കൻഡ് ഐ സിയുടെ 4th പിന്നും കൂടി ഷോർട്ട് ചെയ്യുകയാണ്. ഇനി നോക്കൂ, ആ ഒരു കണക്ഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ഐ സിയുടെ 4th പിന്നും സെക്കൻഡിൻ്റെ തന്നെ 9ഉം 12ഉം കൂടി ഷോർട്ട് ചെയ്ത പോയിന്റിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ഐ സിയുടെ 4th പിന്നും സെക്കൻഡ് ഐ സിയുടെ 4th പിന്നും സെക്കൻഡ് ഐ സിയുടെ 9th പിന്നും 12th പിന്നും ഷോർട്ട് ചെയ്ത പോയിൻറ്റും തമ്മിൽ കണക്ഷനുണ്ട്. അപ്പോൾ സെക്കൻഡ് ഐ സിയുടെ 4ൽ നിന്ന് ഒരു കണക്ഷൻ സെക്കൻഡ് ഐ സിയുടെ തന്നെ 9ലേക്ക് കൊടുത്താൽ മതിയാകും. 9ൽ തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് 16ലോ അങ്ങനെയാണെങ്കിൽ കൊടുത്താലും മതിയാകും. ഇനി നമുക്കൊരു കാര്യം കാണാനായിട്ട് പറ്റും, ഈ പിന്നുകൾ തമ്മിലെല്ലാം ഷോർട്ട് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് അത് JK പിന്നുകൾ ഷോർട്ട് ചെയ്ത പോയിൻറ്റുകൾ നമ്മളിപ്പം ഇൻ്റർ കണക്റ്റ് ചെയ്തു, എല്ലാം ഷോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങോട്ടാണ് പോകുന്നത്, ഒരു +5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ലോജിക്കലി ഹൈ ഇൻപുട്ട് കൊടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഐ സിക്ക് ഓൾറെഡി VCC കൊടുത്തിരിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ എപ്പോഴാണെങ്കിലും നമുക്ക് ഹൈ ഒരു വോൾട്ടേജ് ആണല്ലോ വരുന്നത്. അപ്പം നമുക്ക് അവിടെ ഒരു +5 വോൾട്ട് നമുക്ക് അവിടെ നിന്നും കിട്ടാം. അപ്പം നമുക്ക് ഒന്നുകിൽ അതിനെ ഇൻപുട്ടിൽ കൊടുത്തിട്ട് ഇൻപുട്ട് ഹൈ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഐ സിക്ക് VCC കൊടുത്ത പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അവിടെ +5 വോൾട്ട് ആയിരിക്കുമല്ലോ വരുന്നത്, ആ പോയിൻറ്റിലേക്ക് ഈ കണക്ഷൻ ചെയ്ത പോയിൻറ്റിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ 7400യുടെ 14th പിന്നിൽ +5 വോൾട്ട് ഓൾറെഡി VCC കൊടുത്തിരിക്കുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഒരു കണക്ഷൻ എടുത്തിട്ട് ഈ ഇൻ്റർ കണക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും കൊടുക്കുക. ഒന്നുകിൽ ഐ സിയുടെ 4ലോ 9ലോ 16ലോ ഏതെങ്കിലും ഒരു പിന്നിലേക്ക് ആ കണക്ഷൻ കൊടുക്കുക. കാരണം എല്ലാം ഓൾറെഡി നമ്മൾ ഷോർട്ട് ചെയ്ത് വച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഫസ്റ്റ് ഐ സിയുടെ തന്നെ 4th പിന്നിലേക്കാണ് ആ ഒരു +5 വോൾട്ട് കൊടുത്തേക്കുന്നത്. ബാക്കി എല്ലാ പിൻസും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന പോയിൻറ്റ്സിൽ JK ഇൻപുട്ടുകളെല്ലാം ലോജിക്കലി 1 ആയി സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ആ ഒരു കണക്ഷൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം ഇത്ര ആയപ്പോഴേക്കും JK ഇൻപുട്ടുകളെ ഷോർട്ട് ചെയ്തു, അത് ലോജിക്കലി 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് ആ ഇൻപുട്ട് ഹൈ ആക്കി പ്ലേസ് ചെയ്തിരുന്നാലും മതി. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ക്ലോക്ക് കണക്ഷൻ കൊടുക്കണം. ബാക്കി എല്ലാ കണക്ഷനും നമ്മൾ ഒരുവിധം കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് കണക്ഷൻ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സ്റ്റേണലി നമ്മളൊരു ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? Q0 ഔട്ട്പുട്ടിൽ നിന്നുള്ള ക്ലോക്ക്, അതായത് 11ൽ നിന്നുള്ള ഒരു കണക്ഷനാണ്. ഫസ്റ്റ് ഐ സിയുടെ 11ഉം ഫസ്റ്റ് ഐ സിയുടെ 15ാമത്തെ പിന്നും ഫസ്റ്റ് ഐ സിയുടെ തന്നെ 6ാമത്തെ പിന്നും കൂടി നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. എന്തിനാണ്? ക്ലോക്ക് കണക്ഷൻ കൊടുക്കാനാണ്. ഇത് അസിൻക്രണസ് കൗണ്ടറാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് എടുത്തിട്ട് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ട് കൊടുക്കുന്നു. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് എവിടെ നിന്നാണ്? 11th പിന്നിൽ നിന്നാണ് വരുന്നത്. സോ ഫസ്റ്റ് ഐ സിയുടെ തന്നെ 11th പിന്ന്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും ഫസ്റ്റ് ഐ സിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നും സെക്കൻഡ് ഐ സിയുടെ ഫസ്റ്റ് പിന്നും ആയിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് പോകുന്നുണ്ട്. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പും രണ്ടാമതിരിക്കുന്ന ഐ സിയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. സോ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 15th പിന്നിൽ നിന്ന് തേർഡിൻ്റെ തന്നെ ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 6th പിൻ, അതായത് രണ്ടാമതിരിക്കുന്ന ഐ സിയുടെ 6th പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത്രയും ആയപ്പോഴേക്കും ക്ലോക്ക് കണക്ഷൻ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സ്റ്റേണലി നമ്മൾ ക്ലോക്ക് അപ്ലൈ ചെയ്യണം. അതുപോലെ ക്ലിയർ കണക്ഷൻസ് ചെയ്യാനുണ്ട്, പ്രീസെറ്റ്. ഇനി എങ്ങനെയാണ് ക്ലിയർ കണക്ഷൻ ചെയ്യുക നോക്കുക. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ Q0യുടെയും Q3യുടെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. Q1 എടുത്തിട്ട് നമ്മളൊരു NAND ഗേറ്റിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ Q3യും Q1 നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു NAND ഗേറ്റിന് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കണക്ഷൻ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൂടി നമുക്ക് ചെയ്യാം. അതായത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 11th പിന്നിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മൾ എടുക്കുന്നു. അത് 7400യുടെ ഫസ്റ്റ് പിന്നിലേക്ക് ആ ഒരു കണക്ഷൻ കൊടുക്കുന്നു. ഇനി അടുത്തത് എന്താണ്? അടുത്ത ഐ സിയുടെ 11th പിന്നിൽ നിന്ന്, ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നിൽ നിന്നും നമ്മളൊരു കണക്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നിൽ നിന്നുള്ള കണക്ഷൻ, അതായത് അത് നമ്മൾ Q1 കണക്ഷനാണ്. അതെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? NAND ഗേറ്റിൻ്റെ സെക്കൻഡ് പിന്നിലേക്ക് കൊടുക്കുന്നു. ഇനി NAND ഗേറ്റിൻ്റെ തേർഡ് പിന്നിൽ നിന്നുള്ള കണക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ക്ലിയർ ഷോർട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി 3838 ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 7476ൻ്റെ. അപ്പോൾ നമുക്ക് 7476ൻ്റെ 3-ലോ 8-ലോ ആണ് ആ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ NAND ഗേറ്റിൻ്റെ തേർഡ് പിന്നിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് ഞാനിപ്പോൾ 7476ൻ്റെ 8th പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇത്രയാകുമ്പോഴേക്കും എപ്പോഴാണോ NAND ഗേറ്റിൻ്റെ ഔട്ട് 0 ആവുന്നത്, അത് ഓട്ടോമാറ്റിക്കലി 0 ചെന്നിട്ട് ആ ക്ലിയറിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താകും? 0 ആയി സെറ്റ് ചെയ്തോളും. ഓക്കെ, ഇത്രയായി. ആ ഒരു കണക്ഷൻ കഴിഞ്ഞു. പ്രീസെറ്റ് നമ്മൾ എക്സ്റ്റേണലി ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ Q3, Q2, Q1, Q0യ്ക്ക് ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്രീസെറ്റ് കൊടുക്കാനുള്ള ഒരു ഇൻപുട്ട് കണക്ഷനാണ്. നമുക്ക് ഇൻപുട്ടായിട്ട് പ്രീസെറ്റ് മാത്രം കൊടുത്താൽ മതിയാകും. ക്ലിയർ ഒരിക്കലും ഇൻപുട്ടിലേക്ക് ഈ ഒരു അസിൻക്രണസ് കൗണ്ടറിന് വേണ്ടിയിട്ട്, മോഡ് 10 കൗണ്ടറിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യേണ്ട. അതുപോലെ Q3, Q2, Q1, Q0 4 ഔട്ട്പുട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മോണോപൾസർ, ഈ റെഡിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് ക്ലോക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ റെഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് കണക്ഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ VCC +5 വോൾട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളൊരു കണക്ഷൻ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് പ്രോപ്പറായിട്ട് കൊടുക്കാം. 7th പിന്നിലാണ് ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കേണ്ടത്. സോ അത് കൊടുത്തു. VCC ഞാൻ ഇപ്പോൾ 7400 അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 7400ൻ്റെ 14th പിന്നിൽ VCC കൊടുത്തു. ഓൾറെഡി അതിൻ്റെ തൊട്ട് മുന്നിരിക്കുന്ന ഐ സികളെ നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് VCC ഗ്രൗണ്ട് പിന്നിലേക്ക്. ഇനി നമുക്ക് എവിടെയാണ് പ്രീസെറ്റ് കണക്ഷൻ കൊടുക്കേണ്ടത്? 2727 നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 7476ൻ്റെ. അപ്പോൾ ഈ രണ്ട് 7476ൻ്റെ ഏതെങ്കിലും ഒരു 2-ലോ 7-ലോ നമ്മൾ ആ ഒരു പ്രീസെറ്റ് ഇൻപുട്ട് കൊടുത്താൽ മതിയാകും.
അപ്പോൾ നമ്മളിപ്പോൾ പ്രീസെറ്റ് ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് Q3, Q2, Q1, Q0 എന്നുള്ള ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യേണ്ടത്. ഫിഗറിൽ നമുക്ക് Q0 ആണ് ആദ്യം ഇരിക്കുന്നത്, പക്ഷേ നമുക്ക് ആദ്യം ആ ഒരു Q3 ആയിട്ട് കണക്ട് ചെയ്യണം. Q3 എവിടെയാണ് ഇരിക്കുന്നത്? സെക്കൻഡ് ഐ സിയുടെ 11th പിന്നാണ് Q3 എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കണക്ട് ചെയ്യുക. ഫിഗറിൽ Q0, Q1, Q2, Q3 എന്നുള്ളൊരു ഓർഡറിലാണ് ഇരിക്കുന്നത്. നമ്മൾ കിറ്റിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ Q3 ആയിരിക്കണം ആദ്യം കണക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ കൗണ്ടിങ് നമുക്ക് ഒരു രീതിയിൽ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. റൈറ്റിലേക്ക് റീഡ് ചെയ്ത് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, Q3 കണക്ട് ചെയ്തു. ഇനി Q2 എവിടെയാണ്? സെക്കൻഡ് ഐ സിയുടെ 15th പിന്നിലാണ് Q2 കണക്ട് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഐ സിയുടെ 15th പിന്നിലേക്ക് Q2 എന്നുള്ള ഔട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കുള്ളത് Q1 ആണ്. Q1 എങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? Q1 കണക്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നിലാണ്. സോ ഫസ്റ്റ് ഐ സിയുടെ 11th പിന്നിൽ Q1 കണക്ട് ചെയ്യുക. ഇനി ഫൈനലി Q0 എവിടെ കണക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഐ സിയുടെ 15th പിന്നിൽ. സോ ഫസ്റ്റ് ഐ സിയുടെ 15th പിന്നിൽ നമ്മൾ ആ ഒരു കണക്ഷൻ ചെയ്ത് കൊടുക്കുക. ഇത്രയായപ്പോഴേക്കും നമ്മുടെ ആ ഒരു കിറ്റിൽ നിന്നുള്ള എക്സ്റ്റേണൽ കണക്ഷൻസ് ആയിട്ടുണ്ട്. ഇനി ക്ലോക്ക് കണക്ട് ചെയ്യാനുണ്ട്. ക്ലോക്ക് എവിടെയാണ്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഫസ്റ്റ് പിന്നിലാണ്. അതായത് ഫസ്റ്റ് ഐ സിയുടെ തന്നെ ഫസ്റ്റ് പിന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോക്ക് കണക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ക്ലോക്ക് മോണോ പൾസർ റെഡിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലോക്കും ചെയ്യാം. ഇനി ഔട്ട്പുട്ട് നോക്കുന്ന നേരത്ത് നമ്മൾ പ്രീസെറ്റ് എന്നുള്ള ഇൻപുട്ട് എപ്പോഴും ഹൈ പൊസിഷനിൽ വെച്ചേക്കുക. അത് മറന്നു പോകാതിരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലോക്കിൽ നമുക്ക് 0, 0, 1 കിട്ടി, 0, 1, 1 കിട്ടി. നമുക്ക് 0, 1, 0 ഇങ്ങനെ നമുക്ക് ഇത് അപ് ടു എത്ര വരെ കൗണ്ട് ചെയ്യും? 1, 0, 0, 1 വരെ. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെന്താവും? റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകും. അപ്പോൾ 1, 0, 0, 1 വരെ നമുക്കിത് കൗണ്ട് ചെയ്യുന്നുള്ളതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഓരോ ക്ലോക്ക് പൾസും അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ക്ലോക്ക് പൾസ് ഉണ്ട്. അതിനകത്തേക്ക് 1 ഹെർട്സിലുള്ള ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്തോളും? ആ കൗണ്ടിങ് കാണിച്ചോളും. അപ്പം ഇങ്ങനെയാണ് ആ ഒരു ഡെക്കേഡ് കൗണ്ടർ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഏതാണ് വീഡിയോസ് വേണം എന്നുള്ളത് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം മോണോപൾസർ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ, അതല്ല ഓട്ടോമാറ്റിക് ക്ലോക്കിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് കണക്ഷൻ ചെയ്താൽ നമുക്ക് ഡെക്കേഡ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.